നീ ഇന്നതായതുകൊണ്ട് നീ ഇങ്ങനെ ആയിരിക്കണം. ഇപ്പം ആൺപിള്ളേരോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ്, നീ ആൺകുട്ടി ആയതുകൊണ്ട് ഇന്നതൊക്കെ ചെയ്തോളണം, ഇന്നതൊക്കെ ചെയ്തോളണം. അതിലൊരു ലെറ്റ്സ് ഒരു 30% ആൺപിള്ളേർക്കെങ്കിലും അവരുടെ ഡ്രീംസ് ഫോളോ ചെയ്യണം എന്നുണ്ട്, ഉറപ്പായിട്ടും. എൻ്റെ വീട്ടിൽ 3 എണ്ണം ഞാൻ ഒരിക്കലും ഇങ്ങനെ പറഞ്ഞിട്ടില്ല. ആ ചേച്ചി പറഞ്ഞിട്ടുണ്ടാവില്ല, പറയണ വീടുകളുണ്ട്, ഇഷ്ടംപോലെ വീടുകളുണ്ട്. ആ ഉത്തരവാദിത്വം ചെറുപ്പത്തിലേ വന്നതിൻ്റെ പേരിൽ എൻ്റെ പപ്പ വാസ് വൺ ഓഫ് ദം. എൻ്റെ പപ്പയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ കലാകാരനായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, സിനിമാ നടനാവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്ന ആളാണ്. പുള്ളി കല്യാണം കഴിച്ച് പുള്ളിക്ക് പ്രാരാബ്ധമായി, മക്കളെ നോക്കൂ, സിനിമയുടെ പുറകെ പോകും. ഈ ചോയ്സസ് വരുമ്പോഴത്തേക്കും കറക്റ്റാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഞങ്ങള് എൻ്റെ ഏട്ടനും ഞാനും തന്നെ പിള്ളേർക്ക് ഒരിക്കലും നിന്ന പോലെ ചെയ്യണം എന്നുള്ളത് പറഞ്ഞു കൊടുത്തിട്ടില്ല. പക്ഷേ ഒരു ആൺകുട്ടിക്ക് റെസ്പോൺസിബിലിറ്റി വേണം എന്നുള്ളത് ഞങ്ങളെ ഫീൽ ചെയ്തിട്ടുണ്ട്. ബോത്ത് ജെൻഡേഴ്സ് ഇറ്റ് ഗോസ്. ഞാൻ മൂത്ത പെൺകുട്ടിയായാലും ശരി പെൺകുട്ടിയായാലും ശരി, they have responsibility. അത് നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ എങ്ങനെ ജീവിച്ചാലും, ബട്ട് ദ റെസ്പോൺസിബിലിറ്റി വാട്ട് യു ഹാവ്, അത് അവർ ചെയ്തേ പറ്റത്തുള്ളൂ. അത് നിങ്ങൾ ഇത് ഫോഴ്സ്ഫുള്ളി ഇന്നത് ചെയ്തുകൊണ്ട് നീ ഇത് ചെയ്യണം എന്ന് ഞങ്ങൾ ഒരിക്കലും പറയത്തില്ല. യു എൻജോയ് യുവർ വർക്ക് ആൻഡ് യു ഡു വാട്ട് എവർ യു വോണ്ട്, ബട്ട് യു ഹാവ് റെസ്പോൺസിബിലിറ്റീസ്. അതിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അത് എല്ലാ കുടുംബങ്ങളിലും ഉണ്ട്, പക്ഷേ ഇറ്റ് വേരീസ് അക്കോർഡിംഗ് ടു ദ പ്രിവിലേജ്. പൈസയുടെ ബേസിസിൽ നല്ല വ്യത്യാസം. ഇപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പം എൻ്റെ ഏട്ടൻ എപ്പോഴും പറയുന്നത് എന്നാന്ന് വെച്ചാൽ 3 ആൺകുട്ടികളാണ്. അവർ കഷ്ടപ്പെട്ട് പൈസ പോക്കറ്റിലുണ്ടാക്കി വെക്കുമ്പോഴേ അത് എടുക്കാൻ ഒരു ഇച്ചിരി മടി വരും. മറ്റേ അപ്പൻ ഇട്ട് കൊടുക്കുമ്പോൾ അത് എടുത്ത് വേഗം എടുത്തു കൊടുക്കും. അപ്പം വാട്ട് ഹീ തോട്ട് ഈസ് അവരെ 3 പേരും പഠിപ്പിച്ച എന്നാന്ന് വെച്ചാൽ യു ഏൺ യുവർ സെൽഫ്, എന്നിട്ട് മതി ഇതെടുക്കുന്നത്. അപ്പൊ അതിന് എടുക്കാനാണ് അതാ പുള്ളി പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ യു ലിവ് അക്കോർഡിംഗ് ടു ദാറ്റ് ഒരിക്കലും പറഞ്ഞു. അത് അരാജകത്വമാണ്. ഞാനും അതിനെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളല്ല. ബേസിക് റെസ്പോൺസിബിലിറ്റി ആസ് എ ഹ്യൂമൻ ബീയിങ് ടുവേർഡ്സ് ദ ഫാമിലി, ടുവേർഡ്സ് അവരുടെ ലൈഫേ പോകത്തില്ലേ? ദാറ്റ് ആൻഡ് ഓൾ ഐ അഗ്രി. മിക്ക കുട്ടികൾക്കും അത് സംഭവിക്കും. നമ്മളിപ്പം ഈ പറഞ്ഞ പോലെ ജുവൽ ഭയങ്കരമായിട്ട് റിബൽ ചെയ്തിട്ട് അതിന് വേണ്ടി പ്രവർത്തിച്ചു. പക്ഷെ ഇൻ അതർ വേ ഈ കൊച്ചിന് പാട്ടും പാടി നടന്നാൽ മതിയോ? അവന് വീട് നോക്കിയാൽ ആര് നോക്കും? ബാക്കി അപ്പനും അമ്മയും ഹെൽപ്ലെസ് ആയിരിക്കാം. അവർക്കും ഇൻകമിൻ്റെ ഒരു പ്രശ്നം വരില്ലേ? അപ്പോൾ വരുന്ന ഫോഴ്സ്ഫുള്ളാണ് ഞാൻ പറഞ്ഞത്. ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ദേ ഷുഡ് ഫോഴ്സ്ഫുള്ളി നേച്ചർ കൊടുക്കുന്ന ഒരു റെസ്പോൺസിബിലിറ്റിയാണ് അത് ഏറ്റെടുക്കാൻ. അപ്പോഴാണ് അവൻ്റെ ഇഷ്ടങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് മാറി പോണ്ടി വരുന്നത് അല്ലേ? ദാറ്റ് ഈസ് ദെയർ. Like as a person അതൊരു ഡൗൺഫോൾ ആണ്. പക്ഷേ അയാളുടെ സർവൈവൽ as a person it is a downfall. But for his survival he have to do it. അല്ലേ? അവൻ്റെ ഇഷ്ടം പോവുക, അവൻ സാക്രിഫൈസ് ചെയ്യുക. ഐ ട്രൂലി അഗ്രി വിത്ത് ദാറ്റ്. പക്ഷേ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏത് ജെൻഡർ ആയാലും റെസ്പോൺസിബിലിറ്റി അങ്ങനെ ഇതാണ്, ഒരു ബൗണ്ടഡ് ആവരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു തോട്ട്. റെസ്പോൺസിബിലിറ്റി ഒരാളുടെ കുരക്കിന് പിടിക്കാൻ ഒരു സാധനം ആവരുത്. റെസ്പോൺസിബിലിറ്റി സ്നേഹത്തിൻ്റെ പുറത്ത് ഇപ്പോൾ ചേച്ചി എഴുന്നേറ്റ് ചേച്ചിയുടെ ഒരു ഡ്രസ്സ് അല്ലെങ്കിൽ ഇപ്പോൾ ഒന്ന് വീഴാൻ പോയി, ആ താങ്ങി പിടിക്കാനുള്ള റെസ്പോൺസിബിലിറ്റി എനിക്ക് സ്നേഹം കൊണ്ട് വരണതാണ്. അല്ലാണ്ട് വീണിട്ട് ഞാൻ നോക്കിയിരിക്കില്ല ഇവിടെ കിടക്കട്ടെ എന്നുള്ളത്. നമ്മൾ പിടിക്കും, അത് സ്നേഹമാണ്. അല്ലാതെ ആനി ചേച്ചി എപ്പോൾ എഴുന്നേറ്റാലും ഞാൻ പിടിക്കണമെന്ന് എന്നോട് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈ പറഞ്ഞ കണ്ടീഷൻ്റെ ഡിപെൻഡൻസി. അത്രേ ഉള്ളൂ. അല്ലാതെ ആരെയും ഫോഴ്സ്ഫുള്ളി നമ്മൾ പറയുന്നില്ല. അത് നമ്മൾ നാച്ചുറലി വരുന്ന സ്പോണ്ടേനിയസ് ആക്ഷൻ ആണ് അല്ലേ? അത് ബിക്കോസ് ദാറ്റ് കംസ് ഫ്രം ലവ്. കറക്റ്റ്. ട്രൂലി ബിലീവ് ഇൻ ലവ് അല്ലേ? അത് മാത്രമേ ഉള്ളൂ ആക്ച്വലി. സത്യം. ദാറ്റ് ഓൺലി ദ വൺ എക്സിസ്റ്റ്. എന്തിനേയും ബോണ്ട് ചെയ്യാൻ പറ്റുന്നത് അതും മാത്രമേ ഉള്ളൂ. ശരിക്കും ജുവലിനോട് ബോണ്ട് ചെയ്യാനല്ല, ലിബറേറ്റ് ചെയ്യാൻ. ഓക്കെ, ഐ അഗ്രി വിത്ത് യു. നമ്മുടെ കാർന്നോമാരൊക്കെ പറയുന്ന ഒരു ജീവിതം ഒരു എന്താ പറയുക അനുഭവമാണെന്നോ അല്ലെങ്കിൽ ഒരു ഗുരുവാണ് എന്നൊക്കെ പറയുന്നത് വി ഷുഡ് ട്രൂലി സേ യെസ്. എവ്രിവൺ അത് കാർന്നോമാർ പറഞ്ഞാലും ഇല്ലെങ്കിലും അത് അങ്ങനെ തന്നെയാണ്. എല്ലാ മനുഷ്യരും ജനിച്ചതിന് ഒറ്റൊരു പർപ്പസേ ഉള്ളൂ, ഒരേ ഒരു പർപ്പസേ ഉള്ളൂ, മരണം വരെ ജീവിക്കുക എന്നുള്ളത്. ടു ലിവ്, ടു ലിവ്, നോട്ട് ടു ജസ്റ്റ് എക്സിസ്റ്റ്, ടു ലിവ്. ആ സാധനം പഠിക്കുക എന്ന് പറയുന്നതാണ് ടൈമിന്റെ ഒരു ഉദ്ദേശം. ജുവലിൽ നിന്ന് പഠിച്ച ഒരൊറ്റ ഒരു പ്ലസ് പോയിന്റ് എനിക്ക് അത് തോന്നിയത്. എനിക്ക് 2 കാര്യം ജുവൽ പറഞ്ഞ് ഭയങ്കര ഇഷ്ടമായി. ഒന്ന്, ലിവ് ദ പ്രസന്റ്, നോട്ട് ദ പാസ്റ്റ്, നോട്ട് ദ ഫ്യൂച്ചർ, ലിവ് ദ പ്രസന്റ്. ആൻഡ് സെക്കൻഡ് വൺ ഇസ് ആരെങ്കിലും നമ്മളെ പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ ദാറ്റ് ഡസൻറ്റ് ഡിഫൈൻസ് മീ അല്ലേ? ദാറ്റ്സ് നോട്ട് മീ. അപ്പോൾ വീൽ ഫീൽ സോ ഹെവി, ഇല്ല ഒന്നുമില്ല, വീൽ ഫീൽ സോ ലൈറ്റ് വെയ്റ്റഡ് അല്ലേ? നോ ടെൻഷൻസ്, നത്തിങ്, ആൻഡ് വീൽ ഫീൽ സോ കംഫർട്ട് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ മൂമെന്റ്. ഏറ്റവും നല്ലതല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഇപ്പോഴാണ് ഇതൊക്കെ പഠിക്കുന്നത്. ജുവൽ എന്ത് നേരത്തെ ഇതൊക്കെ മനസ്സിലാക്കിയത്. എന്ത് നല്ല ബുദ്ധിയാ, തമ്പുരാനെ ടച്ച് വുഡ്.